വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. ജാതിയും മതവുമല്ല, മറിച്ച് സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞതാണ്, അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് വന്ന് കണ്ടില്ല. ഇപ്പം പാമനപുരത്ത് സുധീർ ഷായുടെ വിജയം ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞെന്താണ്, സുധീർ ഷായെക്കുറിച്ച് വളരെ മോശമായ കമൻറ്റ്. അയാളെ ജനം ജയിപ്പിച്ച എത്ര വോട്ടിനാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമാണോ അദ്ദേഹത്തെ ജയിപ്പിച്ചത്? അല്ല. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിൻ്റെ വലിയ പ്രചരണമായിരുന്നു. അവിടെ ജയിപ്പിച്ചത് തരാം ക്രൈസ്തവ സഹോദരന്മാരിലെ ഒന്നിച്ചിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. മറ്റേത് ഹിന്ദു സഹോദരന്മാരിലെ ഒന്നിച്ചൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. മലപ്പുറത്തെ തവനൂരിലെ ജോയിയെ നിങ്ങൾ നോക്കുക. തവനൂരിൽ ജോയിയുടെ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരുണ്ട്? പക്ഷേ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ജോയിയെ മലപ്പുറത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു. ഇത് കാണിക്കുന്ന സന്ദേശം എന്താണ്? ഈ സന്ദേശമാണ് കേരളത്തിലെ നന്മയുടെ സന്ദേശം. വിഭജിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനം അവരുടെ കൂടെ ഇല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഇനിയെങ്കിലും അത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കുക.